السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രസംഗം ഉപയോഗിക്കപ്പെടുന്നത്. നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്, ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ആരാധിക്കുക, ശിർക്ക് ചെയ്യരുത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക. മാതാപിതാക്കളോട് കാണിക്കേണ്ട കാരുണ്യവും സ്നേഹവും പെരുമാറ്റ രീതികളും പലയിടങ്ങളിലായി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇരുലോക വിജയത്തിന് നിദാനമായ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ച അതുല്യ ഗുരുവാണല്ലോ ലോകത്തിന്റെ നായകൻ ഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വന്തം മാതാവിനെ ഓർത്ത് കണ്ണീരൊഴുക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കൾക്ക് അർഹമായ പരിഗണന നൽകാൻ ശക്തമായ ഭാഷയിൽ നിർദ്ദേശിച്ചതായി നമുക്ക് കാണാം. മാതാപിതാക്കൾ സ്വർഗ കവാടങ്ങളാണെന്ന് തിരുദൂതർ നമ്മെ പഠിപ്പിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വെളിച്ചവും തന്നത് മാതാപിതാക്കളാണ്. ആയതിനാൽ അവരോട് ആദരവോടെ മാത്രമേ നാം പെരുമാറാവൂ. അവരോട് അനുവർത്തിക്കേണ്ട മര്യാദകളും കടപ്പാടുകളും അതിന്റെ ശ്രേഷ്ഠതകളും വിശദീകരിക്കുന്ന ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിനേറെ പ്രിയപ്പെട്ട അമൽ ഏതെന്ന് ചോദിച്ചപ്പോൾ സമയത്തിന് നിസ്കരിക്കലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടവുമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. ആധുനിക സമൂഹത്തിൽ മാതാപിതാക്കൾ സമൂഹത്തിന് ബാധ്യതയാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രായമാകും തോറും സ്വാതന്ത്ര്യമേകേണ്ട മക്കൾ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവിടുന്ന അവസ്ഥ എത്ര വേദനാജനകമാണ്. ഇതിന് പുറമെ അവരെ ചീത്ത വിളിക്കുന്നവരും കുറവല്ല. അവർക്കെതിരെ ശാപവാക്കുകൾ ഉയർത്തുന്നവരും സമൂഹത്തിൽ കാണാം. അത്തരക്കാർക്ക് മുമ്പിൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കെടുത്ത് വെച്ച് ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെ ശപിക്കുന്നത് വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ്. മാതാപിതാക്കളെ എങ്ങനെയാണ് ശപിക്കുക എന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറഞ്ഞാൽ അവൻ തിരിച്ച് ഇവന്റെ പിതാവിനെയും ചീത്ത പറയും. അവന്റെ ഉമ്മയെ ചീത്ത പറഞ്ഞാൽ അവൻ ഇവന്റെ ഉമ്മയെയും ചീത്ത പറയും. ആയതിനാൽ തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേദിയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഉണർത്തുന്നു, നാം നബിയുടെ വാക്കുകളും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും ഉൾക്കൊള്ളുക. മാതാപിതാക്കൾ നമ്മുടെ വിലമതിക്കാനാവാത്ത സ്വത്തായി നാം കാണുക. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരാൾ മറ്റൊരാളുടെ ഉപ്പയെ ചീത്ത പറഞ്ഞാൽ, പിതാവിനെ ചീത്ത പറഞ്ഞാൽ നമ്മുടെ പിതാവിനെ ചീത്ത പറയുന്നത് പോലെയാണ്. മറ്റൊരാളുടെ മാതാവിനെ ചീത്ത പറഞ്ഞാൽ അത് നമ്മുടെ മാതാവിനെ ചീത്ത പറയുന്നത് പോലെയാണ്. അപ്പോൾ നമ്മൾ മാതാപിതാക്കളോട് ആദരവും ബഹുമാനവും അവർക്ക് കൊടുക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അവരോട് നമ്മൾ ഏറെ കടപ്പെട്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത്, അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഇരു ലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ എന്ന ദുആയോടെ പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. തിരുനബിയോടുള്ള സ്നേഹത്തെ കുറിച്ച് അനുവാചകർക്ക് മുന്നിൽ അല്പം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്നേഹജനങ്ങളെ, സ്നേഹം എന്നതൊരു മാനസിക വ്യവഹാരമാണ്. ഇഷ്ടപ്പെട്ടതിനോട് തോന്നുന്ന മനസ്സിന്റെ രാഗവും ഈണവുമാണത്. അതിനെ കെട്ടഴിച്ചു വിട്ടാൽ അത് വികാരമായി മാറും. വിശ്വാസമായി കണ്ടാൽ അത് കേവലം വികാരം എന്നതിൽ നിന്നും മാറി വിചാരങ്ങളായി രൂപപ്പെടും. ഇസ്ലാം മത വിശ്വാസിയായ ഒരാളിന് അവന്റെ സൃഷ്ടാവിനോടും പ്രവാചകരോടും ഉണ്ടാകുന്ന അടുപ്പം വിചാരങ്ങളുടേതാണ്.
അഥവാ ഈമാനിന്റെ ഭാഗമാണ്. തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനെ താൻ എത്രമാത്രം അറിയുന്നുവോ അത്രമാത്രം ഇഷ്ടവുമേറും. അവിടുത്തെ പ്രവാചകരെ എത്ര കണ്ട് പഠിക്കുന്നുവോ അതിനനുസരിച്ച് ഇഷ്ക് കൂടിക്കൂടി വരും. അതിരുകളില്ലാത്ത പാരാപാരമായി സ്നേഹം പരന്നൊഴുകുമ്പോൾ പ്രവാചക പ്രേമികൾ ആനന്ദ ലഹരിയിൽ മുഴുകും. കണ്ണും കാതും ആശിഖിനായി തുറന്നു വെക്കും. അള്ളാഹുവെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതങ്ങളെ പറ്റിയും അറിയുമ്പോൾ സ്നേഹം വളർന്നു വരും. ആ അറിവുകൾ കൂടുതൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അത് അതിരുകളില്ലാത്ത ഉയരങ്ങളിലെത്തും. അതുവഴി സ്നേഹവും ഉയർന്നു പൊങ്ങും. വിശ്വാസിക്ക് മറ്റൊരാളെക്കാളും അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹം ഉണ്ടാകണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 24-ാം സൂക്തത്തിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. പിതാക്കൾ, പുത്രന്മാർ, സഹോദരങ്ങൾ, ഇണകൾ, കുടുംബങ്ങൾ തുടങ്ങി എല്ലാവരെക്കാളും സ്നേഹം അള്ളാഹുവിനോടും പ്രവാചകരോടും വേണമെന്ന് ഈ വചനത്തിൽ നിന്നും ഗ്രഹിക്കാനാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത് ശ്രദ്ധിക്കുക: നിങ്ങളൊരാൾക്ക് തന്റെ സ്വന്തം ശരീരത്തെക്കാൾ ഞാൻ പ്രിയങ്കരനാവുന്നോളം അയാൾ വിശ്വാസിയാകുന്നില്ല. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. പ്രിയപ്പെട്ട നാട്ടുകാരെ, കൂട്ടുകാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വേദിയിൽ സഹോദര്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാകുന്നു എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. ഒരു ശരീരത്തിന്റെ ഭാഗമായാണ് ഓരോ വിശ്വാസിയെയും കാണേണ്ടത്. പരസ്പരം സഹകരിച്ചും സഹായിച്ചുമാണ് മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത്. വാക്കുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും പരസ്പരം അനിഷ്ടങ്ങൾ ഒരിക്കലും ഉണ്ടായിക്കൂടെന്ന് നമ്മുടെ മതം നമ്മോട് ഉണർത്തിയിരിക്കുന്നു. താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരൻ ഉണ്ടാകാൻ ആഗ്രഹിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതിന് മികച്ച ഉദാഹരണമാണ് മദീന നിവാസികൾ മക്ക നിവാസികളോട് കാണിച്ചത്. നാടും വീടും വിട്ട് തിരുനബിക്കൊപ്പം ഹിജറ വന്നവരെ മദീനക്കാർ ഏത് വിധമാണ് സുഹൃത്തുക്കളെ വരവേറ്റത്. 2 ഭാര്യമാരുള്ളവർ ഒരാളെ മൊഴിചൊല്ലി സഹോദരന് കെട്ടിച്ചു കൊടുത്തു. 2 വീടുള്ളവർ ഒരു വീട് നൽകി. മറ്റു ചിലർ വീട്ടിലെ തന്നെ ഓരോ മുറികൾ സഹോദരന്മാർക്ക് ഒഴിഞ്ഞുകൊടുത്തു. വസ്ത്രവും ഇരിപ്പിടവും ഇപ്രകാരം നൽകി. അങ്ങനെ ലോകത്തിന് തന്നെ മഹത്തായ ഒരു സഹോദരന്റെ മാതൃക അവർ കാണിച്ചു തന്നു. പ്രവാചകർ മുത്തുനബിയുടെ മാതൃകയുടെ ഭാഗമായിരുന്നു ഇത്. ഇതേ പ്രകാരം ഇന്നും ചെയ്യണമെന്നല്ല നാം പറയുന്നത്, മറിച്ച് അല്പമെങ്കിലും സാമ്യപ്പെടാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. ഇന്ന് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ അവർ പോലും പരസ്പരം കാഫിറാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പാരമ്പര്യമായി വിശ്വസിച്ച് ആചരിച്ചു വരുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പോലും അവരെ മുസ്ലിമായി അംഗീകരിക്കാൻ പോലും കൂട്ടാക്കാത്തവരാണ് ചിലരെങ്കിലും. എന്തിനു പറയണം, മഹാനായ മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നവരെ പോലും മതത്തിന്റെ പടിക്ക് പുറത്ത് നിർത്തുന്നവരല്ലേ ചില ഇസ്ലാമിസ്റ്റുകൾ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, നാം പരസ്പരം അറിഞ്ഞും അറിയിച്ചും സഹോദരന്മാരാകണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ മഹത്തായ ആഘോഷം, അതായത് നബിദിനാഘോഷം, അത് മഹത്തായ വേദിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. തിരുനബിയെയും അവിടുത്തെ സ്വഹാബി വര്യന്മാരുടെയും മാതൃക നമുക്കതും പ്രചോദനമാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു തന്ന വഴിയിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഞ്ചരിച്ച വഴിയിലൂടെ നമുക്ക് പോകാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. വിശ്വാസികളെ, മഹത്തായ വേദിയിൽ പ്രവാചകന്മാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യരെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കുന്നതിനും അവരെ സംസ്കരിക്കുന്നതിനുമാണ് അല്ലാഹു പ്രവാചകന്മാരെ ഭൂലോകത്തേക്ക് അയച്ചത്. വിവിധ ദേശത്തും കാലത്തുമായി 1,00,000-ലധികം പ്രവാചകന്മാർ വന്നുപോയി.
ആദ്യ മനുഷ്യനായ ആദം നബിയെ പ്രവാചകനായി നിയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു തആല അവന്റെ മതത്തെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തിയത്. ജനം തെറ്റിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നപ്പോഴൊക്കെ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ജീവിത ലക്ഷ്യം മനുഷ്യർ വിസ്മരിച്ചപ്പോഴൊക്കെ ഇത് ആവർത്തിച്ചു പോന്നു. ഓരോ പ്രവാചകന്മാരും അവരുടെ കാലത്തിനും ദേശത്തിനും യോജ്യമായ പ്രബോധനങ്ങളാണ് നടത്തിയത്. ആരും അടങ്ങിയിരിക്കുന്നവരായിരുന്നില്ല. അങ്ങാടികളിലും ആഘോഷവേദികളിലും ആൾക്കൂട്ടങ്ങൾക്കിടയിലും പ്രവാചകന്മാർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു പോന്നു. പ്രബോധനവുമായി രംഗത്തിറങ്ങിയ പ്രവാചകന്മാരെ പൂമാലയിട്ടായിരുന്നില്ല ജനം സ്വീകരിച്ചത്, മർദ്ദനങ്ങൾ കൊണ്ടാണ് വരവേറ്റിരുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്നും ആരാധ്യനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നും അവർ ജനങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. നാട്ടുപ്രമാണിമാർക്കും ഗ്രാമമുഖ്യന്മാർക്കും ദൈവങ്ങൾക്കും ഇതൊന്നും ദഹിച്ചിരുന്നില്ല. അവർ പ്രവാചകന്മാരെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി. എല്ലാ മുഅ്ജിസത്തുകൾ കൊണ്ട് അവർ നേരിട്ടു. പ്രവാചകന്മാർ നമുക്കെന്നും മാതൃകയാണ് സഹോദരങ്ങളെ. അവർ നടത്തിയ ദൗത്യം നാം ആണിപ്പോൾ നിർവഹിക്കേണ്ടത്. വിശുദ്ധ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. അത്തരം കാര്യങ്ങൾക്ക് ഈ ആഘോഷങ്ങളും നമ്മുടെ നബിദിനാഘോഷങ്ങളും നമ്മുടെ വേദികളൊക്കെ നാം എന്താക്കണം, ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ വഴിപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ഈ വേദിയിൽ ഞാൻ കൂട്ടുകാരെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കൂട്ടുകാരില്ലാത്തവർ നമ്മിൽ ആരും ഉണ്ടാവില്ല അല്ലെ? എല്ലാവർക്കും, വയസ്സായവർക്കും വയസ്സാവാത്തവർക്കും എല്ലാവർക്കും കൂട്ടുകാരുണ്ടാവും. ഒരാളെ കുറിച്ചറിയാൻ അയാളുടെ കൂട്ടുകാരെ കുറിച്ച് അറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. കൂട്ടുകാരന്റെ എല്ലാ സ്വഭാവവും അവനിലും കാണുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉത്തമരായി ആയിരിക്കണമെന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ടതില്ല. തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്നോർക്കുക. നാം കഞ്ചാവിന് അടിമകളാകും, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാകും. ആയതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകാരന്മാരെ കണ്ടെത്തണം. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ചാരിയാൽ ചാരിയത് മണക്കുമെന്ന്? പഴമക്കാർ പറഞ്ഞതാണിത്. അനുഭവം തന്നെയാണത് അവരെ അങ്ങനെ പറയിപ്പിച്ചത്. കൂട്ടുകാർ കാരണമായി തെറ്റുകൾ ചെയ്യുകയും ഒടുവിൽ കുടുംബത്തിലും നാട്ടിനും ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്ത എത്ര പേരുടെ വർത്തമാനങ്ങൾ നാം കേൾക്കാറുണ്ട്. ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്, നാം നല്ല ചങ്ങാത്തവും കൂട്ടുകെട്ടും സ്ഥാപിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലവരായി തീരാൻ സാധ്യമാവുകയുള്ളൂ. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരായിരുന്നു മുത്തനബിയുടെ തങ്ങളുടെ കൂട്ടുകാരൻ? മറ്റാരുമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അത് നബിക്കൊപ്പം താങ്ങും തണലുമായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഹിറാ ഗുഹയിൽ നബിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യം നാമൊക്കെ പഠിച്ചിട്ടില്ലേ? അത് അത്തരം ഉത്തമ കൂട്ടുകാരാവട്ടെ നമ്മുടെ ഫ്രണ്ടുകൾ, കൂട്ടുകാർ. അല്ലാത്തവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്തിയേക്കാം. പറയാൻ ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ സമയം അതിനനുവദിക്കുന്നില്ല. കൂട്ടുകാരെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ ബൈക്കിൽ കറങ്ങുകയാണ്. യുവാക്കൾ ബൈക്കിൽ എങ്ങനെ കറങ്ങുകയാണ് അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ. 2 മണിയുടെ സമയത്തും 3 മണിയുടെ സമയത്തും കൂട്ടുകാർ, യുവാക്കൾ എവിടെയില്ല, വീട്ടിനുള്ളിലില്ല. അവരെങ്ങനെ കറങ്ങുകയാണ്, അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്, മയക്കുമരുന്നിന്റെ ഉപയോഗം നടത്തുകയാണ്. അങ്ങനെയൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന യുവത്വമാണ്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെയൊക്കെ കൂട്ടുകാരെയൊക്കെ അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്
وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, കുട്ടികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ചാണ് ഈ വേദിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്കേറെ ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു. എന്താണ് പറയുന്നത്? നിങ്ങൾ എനിക്ക് ആരാധിക്കുക, ശിർക്ക് ചെയ്യരുത്. അടുത്തവനെ ആരാധിക്കണം, പക്ഷെ എന്താക്കരുത്? ശിർക്ക് ചെയ്യരുത്. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക. മാതാപിതാക്കളോട് കാണിക്കേണ്ട കാരുണ്യവും സ്നേഹവും പെരുമാറ്റ രീതികളും പലയിടങ്ങളിലായി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇരുലോക വിജയത്തിന് നിദാനമായ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ച അതുല്യ ഗുരുവാണല്ലോ ലോകത്തിന്റെ നായകൻ ഒരു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വന്തം മാതാവിനെ ഓർത്ത് കണ്ണീരൊഴുക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കൾക്ക് അർഹമായ പരിഗണന നൽകാൻ ശക്തമായ ഭാഷയിൽ നിർദ്ദേശിച്ചതായി നമുക്ക് കാണാം. മാതാപിതാക്കൾ സ്വർഗ കവാടങ്ങളാണെന്ന് ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വെളിച്ചവും തന്നത് മാതാപിതാക്കളാണെന്നതിനാൽ അവരോട് ആദരവോടെ മാത്രമേ നാം പെരുമാറാവൂ. അവരോട് അനുവർത്തിക്കേണ്ട മര്യാദകളും കടപ്പാടുകളും അതിന്റെ ശ്രേഷ്ഠതകളും വിശദീകരിക്കുന്ന ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിനേറെ പ്രിയപ്പെട്ട അമൽ ഏതെന്ന് ചോദിച്ചപ്പോൾ സമയത്തിന് നിസ്കരിക്കലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലുമാണെന്നാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടവുമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. ആധുനിക സമൂഹത്തിൽ മാതാപിതാക്കളെ സമൂഹത്തിന് ബാധ്യതയാകുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രായമാകും തോറും സ്വാതന്ത്ര്യമാകേണ്ട മക്കൾ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവിടുന്ന അവസ്ഥ എത്ര വേദനാജനകമാണ്. ഇതിനു പുറമെ അവരെ ചീത്ത വിളിക്കുന്നവരും കുറവല്ല. അവർക്കെതിരെ ശാപവാക്കുകൾ ഉയർത്തുന്നവരും സമൂഹത്തിൽ നിന്ന് കാണാം. അത്തരക്കാർക്ക് മുമ്പിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വാക്കെടുത്ത് വെച്ച് ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെ ശപിക്കുന്നത് വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ്. മാതാപിതാക്കളെ എങ്ങനെയാണ് ശപിക്കുക എന്നൊരാൾ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറഞ്ഞാൽ അവൻ തിരിച്ചവന്റെ പിതാവിനെയും ചീത്ത പറയുമോ? അവന്റെ ഉമ്മയെ ചീത്ത പറഞ്ഞാൽ അവൻ ഇവന്റെ ഉമ്മയെയും ചീത്ത പറയും. ആയതിനാൽ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ ഉണർത്തുന്നു, നാം നബിയുടെ വാക്കുകളും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും ഉൾക്കൊള്ളുക. മാതാപിതാക്കളെ നമ്മുടെ വിലമതിക്കാനാവാതെ സ്വത്തായി നാം കാണുക എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള വിശ്വാസികളെ, നിസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. قال رسول الله صلى الله عليه وسلم بني الإسلام على 5 شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة والحج وصوم رمضان. ഇസ്രാഇന്റെ രാത്രിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച സമ്മാനം ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓരോ ദിവസവും 5 വക്ത നിസ്കാരം നിർബന്ധമാണ്. അത് ചെയ്യുന്നവർക്ക് ഒരുപാട് പുണ്യവുമാണ്, നഷ്ടപ്പെടുത്തുന്നവർക്ക് ശക്തമായ ശിക്ഷയുമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നിസ്കാരം. നിസ്കരിച്ചാൽ ഒരുപാട് ശ്രേഷ്ഠത അള്ളാഹു തആല പറയുന്നു. എന്താണ് പറയുന്നത്? നിസ്കാരം തെറ്റിനെ തൊട്ട് തടയുമെന്ന് അള്ളാഹു പറയുന്നു. ഇത് തെറ്റാവില്ല. ഈ ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നു, യഥാർത്ഥ നിസ്കാരം ഒരാളെ തെറ്റിൽ നിന്ന് അകറ്റി നിർത്തും. നല്ല രീതിയിൽ നിസ്കരിക്കുന്നവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നിസ്കാരത്തിലെ തുടക്കത്തിൽ തന്നെ പറയുന്നു,
വജ്ജഹത്തു എൻ്റെ നിസ്കാരം, എൻ്റെ എല്ലാം അല്ലാഹുവേ നിനക്കെൻ്റെ ജീവിതവും, നിനക്ക് പിന്നെ അയാൾ എങ്ങനെ തെറ്റ് ചെയ്യും? ഒരു പണ്ഡിതന്റെ ഭാര്യയോട് ഒരു അയൽവാസി വ്യഭിചാരത്തിന് ആവശ്യപ്പെട്ടു. ഭാര്യ പണ്ഡിതനോട് ഇതറിയിച്ചു. പണ്ഡിതൻ ഭാര്യയോട് പറഞ്ഞു, അയാളോട് 40 ദിവസം എന്റെ പിറകിലായിട്ട് സുബ്ഹ് ജമാഅത്തായി നിസ്കരിക്കാൻ പറയുക, അതിനുശേഷം കാര്യം സാധിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. ഭാര്യ അയൽവാസിയോട് കാര്യം പറഞ്ഞു. അയൽവാസി പറഞ്ഞു, ഞാൻ വ്യഭിചരിക്കുകയോ? ഇല്ല, ഞാൻ വ്യഭിചരിക്കില്ല. ഈ വിവരം ഭാര്യ പണ്ഡിതനോട് പറഞ്ഞു. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ ഒരു പരീക്ഷണത്തിലായിരുന്നു. എന്റെ നിസ്കാരം നിസ്കാരമാവുന്നുണ്ടോ എന്നിപ്പോൾ ഞാൻ എന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. നിസ്കാരം അയൽവാസിയെ തെറ്റിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. പലരും പറയുന്നു, നമ്മൾ നിസ്കരിക്കുന്നു, പക്ഷേ തെറ്റിൽ നിന്ന് മാറുന്നില്ല. ഇവിടെ നാം ചിന്തിക്കുക, നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് എന്താണ് ചിന്തിക്കേണ്ടത്? നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ. നിസ്കാരം കഴിഞ്ഞ് നാം എങ്ങോട്ട് പോകുന്നു? ഹറാമിലേക്ക്, മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ, ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാൻ. നിസ്കാരമാവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശുദ്ധി വേണം, അതും വസ്ത്രവും ശരീരവും. ആധുനിക പാന്റുകളുടെ അവസ്ഥ, മൂത്രമൊഴിച്ചാൽ പൂർണ്ണമായും പോകില്ല. പാന്റിലേക്ക് മൂത്രം വിറ്റുന്നു. പാന്റിനെ വിമർശിക്കുകയല്ല, മാന്യമായ വസ്ത്രമാണ് പാന്റ്. തുണിയേക്കാൾ സുരക്ഷിതമായ വസ്ത്രമാണ്. നിലത്തേക്ക് വലിച്ചു നടക്കുന്നു, നജസിലൂടെ വലിച്ചു നടക്കുന്നു, പള്ളി നജസാക്കുന്നു. നിര്യാണിക്ക് താഴെ ഇറങ്ങിയ വസ്ത്രം. നരകത്തിൽ ഇസ്ലാമികാധ്യാപനം. ആധുനിക പാന്റ് ഔറത്ത് മറയില്ല. റുക്കൂഇലേക്ക് പോകുമ്പോൾ ഔറത്ത് വെളിവാകുന്നു. പിന്നെ ആ നിസ്കാരം കൊണ്ടെന്ത് കാര്യം? നിസ്കരിക്കുമ്പോൾ ഔറത്ത് മറക്കണമല്ലോ, അല്ലാത്ത സമയത്തും ഔറത്ത് മറക്കണം. പ്രത്യേകിച്ച് നിസ്കാരത്തിൽ. വുളൂ ചെയ്യുന്നു, പക്ഷേ പൂർണ്ണമായി അവയവങ്ങൾ കഴുകുന്നില്ല. പലരും വുളൂ ചെയ്യുമ്പോൾ പൈപ്പിന് ചുവട്ടിൽ വെച്ച ബക്കറ്റിലെ മുസ്തഅമലായ വെള്ളം കൊണ്ടാണ് കാൽ കഴുകുന്നത്. എങ്ങനെ വുളൂ ശരിയാകും? വുളൂ ശരിയാകാതെ എങ്ങനെ നിസ്കാരം ശരിയാവും? ചുരുക്കത്തിൽ ആദ്യമായി നമ്മുടെ നിസ്കാരത്തിന്റെ തുടക്കം തന്നെ ശരിയാവുന്നില്ല. ഇനി നിസ്കാരത്തിലേക്ക് കടന്നാലോ എന്താണ് അവസ്ഥ? അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ആദരവ്, ബഹുമാനം എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. നമുക്ക് ഇപ്പോൾ ഇല്ലാത്തതും അതാണ്. ആദരവില്ല, ബഹുമാനില്ല. അത് കുട്ടികൾക്കും ഇല്ല, വലിയ ആൾക്കാർക്കും ഇല്ല. അവയെക്കുറിച്ച് 2 വാക്ക് പറയാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നുവല്ലോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. മലക്കുകളുടെ ഉസ്താദായിരുന്നു. അവനെ അള്ളാഹു പുറത്താക്കി. കാരണം എന്താ? മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അവൻ വിസമ്മതിച്ചു. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ എന്തായി? അഹങ്കാരം കൊണ്ട് നിഷേധിച്ചു, അനാദരവ് കാണിച്ചു. അതായിരുന്നു കാരണം. മാത്രമല്ല അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ, ഇതിൽ വളരെയേറെ പാഠമുണ്ട് നമുക്ക്. അതായത് അനുസരണം ഏറ്റവും ആവശ്യമാണെന്നും അതിന് കൂട്ടാക്കാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്തിരുന്നാലും അവന്റെ സ്ഥാനം നഷ്ടമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ മാതാപിതാക്കള്, ഗുരുവര്യന്മാര്, അതുപോലെ തന്നെ മുതിർന്നവര് തുടങ്ങി പലരോടും നാം മര്യാദ കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത സ്ഥാനത്ത് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുതിർന്നവരെ അനുസരിക്കാതിരിക്കുകയും ഗുരുവര്യന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന പ്രവണത കണ്ടുവരാറുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് വളരെ ഗൗരവത്തോട് ഉണർത്തുകയാണ്, അത്തരക്കാരായി നമ്മൾ ഒരിക്കലും മാറിക്കൂടാ. അത് നമ്മുടെ പരാജയത്തിന് തന്നെ കാരണമാകും. ഒരു മുസ്ലിം നാം എപ്പോഴും മര്യാദ പാലിക്കുന്നവനും അച്ചടക്കമുള്ളവരുമായിരിക്കണം. അതാണ് നമ്മുടെ മതം, അതാണ് നമ്മുടെ മതത്തിന്റെ നിർദ്ദേശം. അല്ലാതിരുന്നാൽ നാം വഴിപിഴച്ചവരായി മാറും. ഇബ്ലീസിന്റെ പാഠം എപ്പോഴും നാം ഓർത്തുകൊണ്ടേയിരിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്.
മക്കയിലെ ധീരനായ ചെറുപ്പക്കാരനാണ് ഹംസ റളിയല്ലാഹു അൻഹു. അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബൂ ത്വാലിബിന്റെയും അബ്ദുള്ളയുടെയും സഹോദരൻ. ഇടയ്ക്കിടെ നായാട്ടിന് പോകും. ധീരനായ യോദ്ധാവും നായാട്ടുകാരനും. ഒരു ദിവസം നായാട്ടിന് പോയി വൈകുന്നേരം മടങ്ങി വരികയാണ്. വഴിയിൽ വച്ചൊരു പരിചാരികയെ കണ്ടു. അവരുടെ മുഖം ദുഃഖം കൊണ്ട് വാടിയിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു അവരുടെ മുഖത്തേക്ക് നോക്കി. എന്തുപറ്റി എന്നർത്ഥത്തിൽ പരിചാരിക ദുഃഖം കലർന്ന സ്വരത്തിൽ പറഞ്ഞു, താങ്കൾ ധീരനാണ്, യോദ്ധാവാണ്, എന്നിട്ട് എന്ത് കാര്യം? എന്താ കാര്യം? ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു. താങ്കളുടെ സഹോദര പുത്രനിലെ മുഹമ്മദ്, അബൂജഹൽ എന്ന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? ഹംസ ഒന്ന് ഞെട്ടി. മക്കയിലെ സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, സഹോദരപുത്രന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട്, അതൊക്കെ ശരിയല്ലേ എന്ന് തോന്നിയിട്ടുമുണ്ട്, പക്ഷേ അതിൽ ചേർന്നിട്ടില്ല. അബൂജഹൽ എന്തു ചെയ്തു? ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു. വല്ലാതെ ചീത്ത പറഞ്ഞു, ആക്ഷേപിച്ചു, പിന്നെ തലയിൽ മണ്ണ് വാരിയിട്ടു. താങ്കൾ അത് കാണണമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ അത് കണ്ടോ? അതെ, ഞാൻ കണ്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. ഞാനൊരു അബലയല്ലേ, കണ്ടു സഹിക്കാനല്ലേ കഴിയൂ. ഹംസയുടെ മുഖത്തേക്ക് കോപം ഇരച്ചു കയറി. ഈ ധിക്കാരം പൊറിപ്പിച്ചുകൂടാ? തന്റെ സഹോദര പുത്രന്റെ തലയിൽ മണ്ണ് വാരിയിടാൻ ഇവൻ എന്തധികാരം? കയ്യിൽ അമ്പുവില്ലുമാണ്. നേരെ കഅബയുടെ അടുത്തേക്ക് കുതിച്ചു. പ്രമുഖന്മാർ പലരും ഇരിക്കുന്നു. അബുൽ ഹക്കം ഇടിവെട്ടുമ്പോൾ ഒരു വിളി, നീ എന്റെ സഹോദര പുത്രനെ ആക്രമിച്ചുവല്ലേ? വില്ലുകൊണ്ട് തന്നെ കിട്ടിയൊരടി. അബുൽ ഹക്കം, നീ എന്തിനെന്റെ സഹോദര പുത്രനെ ആക്രമിച്ചു? ഏകനായ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചതിനാണോ? മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് പ്രഖ്യാപിച്ചതിനാണോ? എന്ത് തെറ്റിനാണോ നീ മുഹമ്മദിനെ ആക്രമിച്ചത്? അബുൽ ഹക്കം, എന്നാൽ ഇതാ കേട്ടോളൂ, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും അവന് യാതൊരു പങ്കുകാരനില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ഖുറൈശി പ്രമുഖന്മാർ ഞെട്ടിപ്പോയി. എന്തൊരു പ്രഖ്യാപനം! ഹംസയെ ആക്രമിക്കാൻ ചിലർ ചാടി എണീറ്റു. അബൂജഹൽ അവരെ തടഞ്ഞു. ഞാൻ ഹംസയുടെ സഹോദരനെ ആക്രമിച്ചത് ശരിയാണ്. അതിലുള്ള രോഷം കൊണ്ടാണ് എന്നെ അടിച്ചത്. സാരമില്ല, ഹംസയുടെ കോപം നടങ്ങട്ടെ. ഹംസയെ ആക്രമിച്ചാൽ യാതൊരു ആഭ്യന്തര കലഹമായി മാറുമെന്ന് അബൂജഹലിനറിയാം. അതൊരു വലിയ കലഹമായി മാറും. അത് അബൂജഹൽ അറിയുന്നത് കൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചാൽ അത് മുഹമ്മദിന് സഹായകമാകും. അതൊഴിവാക്കണം. ഹംസ നേരെ പ്രവാചകന്റെ സമീപത്തെത്തി. താൻ ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം അറിയിച്ചു. ദാറുൽ അർഖമിൽ സന്തോഷം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹിതനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. ജാഹിലിയ്യ കാലത്ത് എഴുത്തും വായനയും ശീലിച്ചവർ വളരെ കുറവായിരുന്നു. അക്കാലത്ത് എഴുതാനും വായിക്കാനും പഠിച്ച ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അധികായനും ധീരനും. ഇസ്ലാമിലെ ശത്രുക്കൾ വട്ടം കൂടിയിരുന്നു ചർച്ച നടത്തി. ഇസ്ലാം മതം തുടച്ചു നീക്കാൻ ഒറ്റ മാർഗമേയുള്ളൂ, മുഹമ്മദിനെ വധിക്കുക. അനന്തരഫലങ്ങൾ, പിന്നീട് വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇപ്പോൾ നോക്കണ്ട എന്നുള്ള ചർച്ചയിലങ്ങനെ എത്തിയിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു മല്ലന്റെ കഥയാണിത്. ഒരു മല്ലയുദ്ധത്തിൽ പേരെടുത്ത ആൾ, മക്കർക്കാർക്ക് സുപരിചിതൻ. പേര് റുഖാന. ജോലി ഗുസ്തിയാണ്. നല്ല ആരോഗ്യവാന്മാരും മെയ് വഴക്കം വന്നവരും റുഖാനയെ വെല്ലുവിളിക്കും. റുഖാന വെല്ലുവിളി സ്വീകരിക്കും. അതോടെ ശ്രദ്ധ ആകർഷിക്കും. ആകാംക്ഷ പരക്കും. ജനം ഉത്കണ്ഠയോടെ കാത്തിരിക്കും. ഗുസ്തിയുടെ സമയം വരുമ്പോൾ കണക്കില്ലാത്ത ജനം വന്നു ചേരും. അങ്ങനെ പോർവിളി ഉയരുകയായി. കാഴ്ചക്കാർ ശ്വാസമടക്കി പിടിച്ചിരിക്കും. നിമിഷങ്ങൾക്കകം ഗുസ്തി തുടങ്ങും. ജനം നോക്കി നിൽക്കെ റുഖാന എതിരാളിയെ എടുത്തെറിയും. പ്രതിയോഗി നിലംപരിശയായി. റുഖാന വിജയം വരിക്കുന്നു. ജനം മാർത്ത് ചിരിക്കുന്നു. ആഹ്ലാദത്തിന്റെ ആരവം. റുഖാനയെ തോൽപ്പിക്കാനാവില്ല. ഒരു മല്ലനും റുഖാനയോട് വിജയിക്കില്ല. മക്കക്കാർ അങ്ങനെ വിശ്വസിച്ചു.
ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മലഞ്ചെരിവിലൂടെ നടന്നു വരികയായിരുന്നു. മനം നിറയെ ചിന്തകൾ, വിനയം നിറഞ്ഞ മുഖം, പതിയെ നടക്കുന്നു. എതിർദിശയിൽ നിന്ന് മറ്റൊരാൾ നടന്നു വരുന്നു. ഗുസ്തിക്കാരൻ റുഖാന ആ നടപ്പ് തന്നെ കാണണം. നെഞ്ചു വിരിച്ചു നീണ്ട കൈകൾ വീശി അങ്ങനെ പോരാളിയെ പോലെ നടന്നു വരികയാണ്. റുഖാന നടന്നു വരുന്ന വഴിയിൽ ആരും നിൽക്കില്ല, പെട്ടെന്ന് മാറിക്കളയും. റുഖാൻ അടുത്തെത്തി. മുഖത്തുധിക്കാര ഭാവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മല്ലന്റെ മുഖത്തേക്ക് നോക്കി മന്ദഹസിച്ചു. മല്ലൻ തികഞ്ഞ ഗൗരവത്തിൽ തന്നെ. അങ്ങനെ ലോകത്തിന്റെ നായകൻ ഒരു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയത്തോടെ സംസാരിക്കാൻ തുടങ്ങി. റുഖാന, താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടുക, സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുക. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുക. റുഖാന ഗൗരവത്തിൽ തന്നെ സംസാരിച്ചു. അല്പനേരത്തെ സംവാദം ഗുസ്തിയിലെത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഗുസ്തി പിടിക്കാൻ തയ്യാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ശരി, ഗുസ്തിക്ക് തയ്യാർ. റുഖാന പ്രഖ്യാപിച്ചു. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഗുസ്തിയിൽ താങ്കൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം വഹിക്കാം, റുഖാന പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുഖാനയും തമ്മിൽ ഗുസ്തിയാണ്. കേട്ടവർക്കെല്ലാം അതിശയം, ശത്രുക്കൾക്ക് തമാശ. ആളുകൾ കൂടിക്കൂടി വന്നു. ഗോത ഒരുങ്ങി, മൽപിടുത്തം തുടങ്ങി. പ്രതിയോഗികൾ ഏറ്റുമുട്ടി. ഇത് വിചാരിച്ചതുപോലെയല്ല. അൽ അമീൻ ചില്ലറക്കാരനല്ലല്ലോ, നല്ല മല്ലൻ തന്നെ, ശക്തനും തന്നെ. നിമിഷങ്ങൾ കടന്നുപോയി. അൽ അമീൻ തകർന്നു വീഴുന്നത് കാണാൻ ശത്രുക്കൾ കാത്തിരുന്നു. ആഹ്ലാദിക്കാനും പൊട്ടിച്ചിരിക്കാനും കാത്തിരുന്നവർ ഞെട്ടിപ്പോയി. റുഖാനയതാ മലർന്നിടിച്ച് വീണ് കിടക്കുന്നു. വീണ് കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് റുഖാന പറഞ്ഞു, ഒരു പരാജയം, അത് സാരമില്ല. ഒരിക്കൽ കൂടി ഗുസ്തിക്ക് തയ്യാറുണ്ടോ? ഈ വെല്ലുവിളി സ്വീകരിക്കാമോ? ഒരിക്കൽ കൂടിയാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. വീണ്ടും ഗുസ്തി, ശക്തമായ ഏറ്റുമുട്ടൽ. ശത്രുക്കൾ ശ്വാസമടക്കി പിടിച്ചു കാത്തിരിക്കുന്നു. വീണ്ടും ഞെട്ടൽ. റുഖാന വീണ്ടും തളർന്നു വീണു. ഈ പരാജയം കാര്യമാക്കേണ്ട, ഒരിക്കൽ കൂടി ഗുസ്തിക്ക് തയ്യാറുണ്ടോ? റുഖാന ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. ഞാൻ തയ്യാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. മൂന്നാം തവണയും ഏറ്റുമുട്ടി. ഉഗ്രമായ ഗുസ്തിയായിരുന്നു അത്. ആളുകൾ നോക്കി നിന്നു. റുഖാന വീണ്ടും പരാജയപ്പെട്ടു. ഇത്തവണ റുഖാൻ നിശബ്ദനായി. റുഖാന, നിങ്ങൾ സത്യസാക്ഷ്യം വഹിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു. റുഖാനയുടെ ചുണ്ടുകൾ ചലിച്ചു. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിച്ചു കൊള്ളുന്നു. അങ്ങനെ റുഖാന റളിയല്ലാഹു അൻഹു എന്ന വല്ല യുദ്ധവീരൻ ഇസ്ലാമിന്റെ വിനീതനായ അനുയായിയായി തീർന്നു. ഇതാണ് റുഖാനയുടെ ചരിത്രം. ഗുസ്തിക്കാരനൊരു മല്ലന്റെ ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും വിനയമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ബനു മഖ്സൂം ഗോത്രം, ആ ഗോത്രക്കാർ ബിംബാരാധകരാണ്. ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും അവർ ബിംബങ്ങളെ കണ്ടു വണങ്ങുമായിരുന്നു. ആ ഗോത്രക്കാരുടെ അടിമകളായിരുന്നു യാസിറും കുടുംബവും. യാസിർ യമൻ സ്വദേശിയാണ്. മക്കത്ത് വന്ന് താമസമാക്കി. യാസിറിന്റെ ഭാര്യ സുമയ്യ, മക്കൾ അമ്മാർ, അബ്ദുള്ള എല്ലാവരും അടിമകളായിരുന്നു. ഗോത്രത്തിന് വേണ്ടി പണിയെടുക്കുക, അതാണ് അവരുടെ ജീവിത ലക്ഷ്യം.
ദാരിദ്ര്യം തന്നെ, അതിൽ നിന്ന് മോചനമില്ല, കാരണം അടിമകളല്ലേ. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളി വരുന്നത്, ഇസ്ലാം ദീനിലേക്കുള്ള വിളി വരുന്നത്. ഇഹലോകത്തും പരലോകത്തും വിജയമാണ്. സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക. അതിനെന്ത് തടസ്സം? യാസിർ കുടുംബം ചർച്ച ചെയ്തു, ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിങ്ങളായി. പ്രകാശം മൂടി വയ്ക്കാനാവില്ലല്ലോ. യാസിർ കുടുംബം ഇസ്ലാം ദീൻ സ്വീകരിച്ച കാര്യം ബനൂ മഖ്സൂം ഗോത്രം അറിഞ്ഞു. അവരെല്ലാവരെയും പിടികൂടി. യാസിറും കുടുംബവും ഇസ്ലാം ദീനിൽ നിന്ന് മടങ്ങണം. ഞങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവന്റെ പ്രവാചകനിലും ഞങ്ങൾക്ക് സത്യം വ്യക്തമായി. ഞങ്ങൾ വിശ്വസിച്ചു. സത്യം വ്യക്തമായിട്ടും വിശ്വസിക്കാതിരിക്കാൻ വലിയ ധിക്കാരമായിരുന്നു. ഈ ധിക്കാരമൊന്നും ഇവിടെ കേൾക്കണ്ട. അടിമകളായ നിങ്ങൾ എന്ത് വിശ്വസിക്കണമെന്നും എന്ത് വിശ്വസിക്കരുതെന്നും തീരുമാനിക്കേണ്ടത് യജമാനന്മാരായ ഞങ്ങളാണ്. ബനൂ മഖ്സൂം അത് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ലാത്തയിലേക്കും മനാത്തയിലേക്കും മടങ്ങണം. ബനൂ മഖ്സൂമിന്റെ കൽപ്പനയാണിത്. ബനൂ മഖ്സൂമിനോട് ഞങ്ങൾ യാതൊരു നന്ദികേടും കാണിച്ചിട്ടില്ല, വിശ്വാസവഞ്ചന നടത്തിയിട്ടില്ല. മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഈ സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കും. ഇതിൽ എവിടെയാണ് തെറ്റ്? പെട്ടെന്ന് അടിപൊട്ടി പറഞ്ഞതിനനുസരിച്ചാൽ മതി. തയ്യാറുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ധിക്കാരികൾ, നിങ്ങളെ മര്യാദ പഠിപ്പിച്ചു തരാം. അടിയും തൊഴിയും ബോധം കെടും വരെ യാസിർ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചു. ഭാര്യയായ സുമയ്യ റളിയല്ലാഹു അൻഹുവും മർദ്ദനം ലഭിച്ചു. മക്കൾ അമ്മാറിനെയും അബ്ദുള്ളയെയും വെറുതെ വിട്ടില്ല. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വീണ്ടും ക്രൂരമായ മർദ്ദനമാണ്. ഇരുമ്പിന്റെ കവചം കൊണ്ടുവരികയാണ്. യാസിർ റളിയല്ലാഹു അൻഹുവിനെ അത് ധരിപ്പിച്ചു. ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിൽ കൊണ്ടിട്ടു. ഇരുമ്പിന്റെ കവചം ചൂട് പിടിപ്പിച്ചു. അതിനകത്ത് മനുഷ്യ ശരീരം ചൂടുകൊണ്ട് കരിയാൻ തുടങ്ങി. തൊലി കരിഞ്ഞ മണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ആ ശരീരം പുറത്തെടുത്തു. തളർന്നു പോയിരുന്നു, നേരെ നിൽക്കാനാകുന്നില്ല. നീ മുഹമ്മദിന്റെ മതം കൈവടിയുമോ? കാരുണ്യവാനായ അള്ളാഹുവേ, എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തേണമേ. വിശ്വാസം പതറിപ്പോകാതെ കാത്തു രക്ഷിക്കണമേ. എല്ലാ പരീക്ഷണങ്ങളും തരണം ചെയ്യാൻ കഴിവ് നൽകണമേ. ഉള്ളൊരു കഴിയ പ്രാർത്ഥനയാണ്. എന്നിട്ടും നിന്റെ ധിക്കാരം അവസാനിച്ചില്ല എന്ന് ശത്രുക്കൾ പറയുകയാണ്. വെള്ളത്തിൽ തല പിടിച്ചു താഴ്ത്തി, ശ്വാസം കിട്ടുന്നില്ല. പിന്നെ ശിരസ്സു പിടിച്ചുയർത്തി മുഖത്തടിച്ചു. സന്ധ്യാ നേരത്ത് യാസിർ കുടുംബം താമസിക്കുന്ന കൊച്ചു കൂരയുടെ സമീപത്തെ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വന്നു. ദുഃഖം കൊണ്ട് ആ മുഖം വാടിയിരുന്നു. യാസിർ കുടുംബമേ, ക്ഷമ കൈകൊള്ളുക. നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി സ്വർഗമാകുന്നു. ക്ഷമ. പ്രവാചകൻ അത്രയും പറഞ്ഞു നടന്നുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്വർഗലോകം. ആ സ്വർഗലോകം ലഭിക്കാൻ ക്ഷമ കൈകൊള്ളണം. ബനൂ മഖ്സൂം ദിവസങ്ങളോളം മർദ്ദനം തുടരുകയാണ്. അടിയും ഇടിയും കൊണ്ട് ശരീരം തകർന്നു പോയിരിക്കുകയാണ്. ശ്വാസ തടസ്സം നേരിട്ടിരിക്കുകയാണ്. മുറിവുകളിലൂടെ രക്തം ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മർദ്ദനത്തിനിടയിൽ യാസിർ റളിയല്ലാഹു അൻഹു മരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും അള്ളാഹുവിനുള്ളതാകുന്നു, അവനിലേക്കു തന്നെ മടക്കപ്പെടും. അടുത്ത ഇര സുമയ്യ ബീവിയാണ്. ബനൂ മഖ്സൂം അബൂ ജഹലിനോട് പറഞ്ഞു, ധിക്കാരിയായ യാസിറിന്റെ ഭാര്യയാണിവൾ. ഇവളെ മര്യാദ പഠിപ്പിക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇവളുടെ പേര് സുമയ്യ എന്നാണ്. അവന്റെ മതത്തിൽ നിന്ന് ഇവളെ മടക്കിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അക്കാര്യം ഞാൻ ഏറ്റു.
ഇവളെ ഞാൻ ലാത്തയിലേക്ക് മടക്കും. സുമയ്യയും കൊണ്ട് അബൂജഹല് പോയി. അബൂജഹലിന്റെ കരുത്തേറിയ കരങ്ങൾ സുമയ്യ റളിയല്ലാഹു അൻഹായുടെ ശരീരത്തിൽ ആനുപതിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ഇസ്ലാമിൽ നിന്ന് മടങ്ങുന്നുണ്ടോ? ഞാൻ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവന്റെ റസൂലിലും വിശ്വസിക്കുന്നു. ഇനിയൊരു മടക്കമില്ല. അങ്ങനെ വീണ്ടും മർദ്ദനം. അബലയായ പെണ്ണിന്റെ മുമ്പിൽ തോൽക്കുകയില്ല. മൂർച്ചയേറിയ കുന്തവുമായി വന്നു. സുമയ്യ റളിയല്ലാഹു അൻഹായെ വലിച്ചഴിച്ചു താഴെയിട്ടു. ശരീരം മലർത്തിയിട്ടു. കരങ്ങൾ കുന്തത്തിൽ പിടിമുറുക്കി. കുന്തമുയർന്നു. ശക്തിയായ ഒരു കുത്ത് നാവിയുടെ താഴ്ഭാഗത്ത് ഉന്നം വെച്ചു. കുന്തമ്മ ശരീരത്തിലേക്ക് താഴ്ന്നിറങ്ങി. ചോര തെറിച്ചു. മണൽ തരികൾ ചുവന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തളർന്ന ചുണ്ടുകളുടെ മന്ത്രം. ആത്മാവ് പറന്നുപോയി. ചലനമറ്റ ശരീരം മണൽപ്പരപ്പിൽ അനാഥമായി കിടന്നു. ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ വനിതയാണ് സുമയ്യ റളിയല്ലാഹു അൻഹാ. അബ്ദുള്ളയും ക്രൂരമായ മർദ്ദനത്തിനിടയിൽ മരണപ്പെട്ടു. അമ്മാർ എങ്ങനെയോ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിൽക്കാല ഇസ്ലാമിക ചരിത്രത്തിൽ അമ്മാറിന്റെ സേവനങ്ങൾ വളരെ മഹത്തായതാണ്. ലുബൈന റളിയല്ലാഹു അൻഹാ ഒരു അടിമ പെൺകുട്ടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള നാളുകളിലാണ് സംഭവം. ശക്തനായ ഉമർ ലുബൈനയെ കഠിനമായി മർദ്ദിച്ചു. തളർന്ന ചുണ്ടുകൾ മന്ത്രിച്ചത് ഇങ്ങനെയായിരുന്നു, യജമാനൻ താങ്കൾ ഇസ്ലാമിലേക്ക് വരൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്. എട്ടിപ്പോയി ധീരനായ ഉമർ റളിയല്ലാഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മനുഷ്യരെ ഉന്നതരാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ്. അറിവ് പല രൂപത്തിലുള്ള അറിവുകളുണ്ട്. ഇൽമുൽ ഗൈബിന്റെ അദൃശ്യമായ അറിവുകളാണ്, അദൃശ്യമായ കാര്യങ്ങളാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മാത്രമേ, അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് മാത്രമേ അള്ളാഹു അത് അറിയിച്ചു കൊടുക്കുള്ളൂ. അറിവുള്ളവർ സമൂഹത്തിൽ എന്നെന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നവരാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണിത്. ഏത് കാര്യത്തെക്കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നത് വലിയ മഹത്വം തന്നെയാണ്. ഏതൊരു കാര്യവും, എന്ത് കാര്യവും ചോദിച്ചാൽ അതിന് ഉടനടി മറുപടി ഉണ്ടാവുക, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, അത് വലിയൊരു മഹത്തുള്ള കാര്യമാണ്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച അള്ളാഹു അദ്ദേഹത്തിന് സർവ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവരായിരുന്നു. അറിവുള്ളവർ സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെടുന്നത് നാം കണ്ടിരിക്കും. ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും യാത്ര ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. വഴിയിൽ പണ്ഡിതന്റെ കൈപിടിക്കാനും വിശേഷങ്ങൾ തിരക്കാനും ആളുകൾ തിരക്ക് കൂട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കാം. അറിവില്ലാത്ത ആളെ ആരും പരിഗണിക്കുന്നതായി കാണാറില്ല. അറിവുള്ളവർ മരണപ്പെട്ടാലും അവരെക്കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. എന്നാൽ അറിവില്ലാത്തവൻ മരണപ്പെട്ടതോടുകൂടി അവൻ മരിക്കുന്നത് കൂടി അവനെ ആളുകൾ മറന്നു പോകുന്നതാണ്. എന്തെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചത് കൊണ്ട് അറിവുണ്ടാകണമെന്നില്ല. അതിന് ചില മര്യാദകൾ പാലിക്കണം. കാര്യഗൗരവത്തോടെ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക. ഉസ്താദിനെ ബഹുമാനിക്കുക. ഉസ്താദിരിക്കുന്ന കസേരയെ ബഹുമാനിക്കുക. ഉസ്താദിന്റെ മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ ബഹുമാനിക്കുക. അദബുണ്ടായിരിക്കണം. അദബില്ലെങ്കിൽ പഠിക്കുന്ന അറിവ് കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല. പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നിവയെല്ലാം മുഖ്യമാണ്. അത്തരത്തിലുള്ള അറിവിനെ സ്ഥാനം ലഭിക്കുകയുള്ളൂ. ഞാനൊരു കാര്യം ഉണർത്തി നിർത്തുകയാണ്. നാമൊക്കെ കുട്ടികളാണ്. പഠിച്ചു വളരേണ്ട കാലമാണ് ഇപ്പോൾ. എന്റെ ശബ്ദം കേൾക്കുന്ന വലിയ ആളുകളുണ്ടാകാം. വലിയ ആളുകൾ കുട്ടികൾക്ക് ഉണർത്തി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അവരൊക്കെ അറിവ് പഠിക്കുന്ന ആളുകളാണ്. അവരൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. പഠിച്ചു വളരേണ്ട കാലമാണിപ്പോൾ. അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും നാം ഒന്നും അത് ഉപയോഗപ്പെടുത്തുന്നില്ല. വർഷങ്ങൾക്ക് മുന്നേ
ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, അവസരങ്ങളില്ല. അതുകൊണ്ട് അവർക്ക് പഠിക്കാനുള്ള വഴികളുണ്ടായില്ലാത്തത് കാരണം അവർ എവിടെയും എത്തിയിട്ടില്ല. എങ്കിലും അന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്ന ആളുകൾ ഒരുപാട് വലിയ നിലയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആർക്കോ വേണ്ടി പഠിക്കുകയാണ് പലരും. ഉമ്മ വഴക്ക് പറയുമോ, ഉസ്താദ് കണ്ണുരുട്ടുമോ എന്നൊക്കെ പേടിച്ചാണ് നമ്മിൽ പലരും പഠിക്കുന്നത്. ഇതുകൊണ്ട് നാം ഒരിക്കലും പുരോഗതി ഉണ്ടാവുകയില്ല, മാത്രമല്ല നമ്മെ ആദരിക്കപ്പെടുകയുമില്ല. ആയതിനാൽ നാം അറിവിന്റെ മഹത്വം ഉൾക്കൊള്ളണമെന്നും നല്ല അറിവുള്ളവരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇനി നമുക്ക് മിഅ്റാജിന്റെ കഥ പറയാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലൊരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബിയെ വിളിച്ചുണർത്തി മസ്ജിദുൽ ഹറാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദീർഘമായ ഒരു യാത്രക്കുള്ള ഒരുക്കമാണ്. യാത്രയ്ക്ക് വേണ്ടി മൃഗത്തെ കൊണ്ടുവന്നു. കഴുതയേക്കാൾ വലിപ്പമുണ്ട്, കോവർ കഴുതയേക്കാൾ ചെറുതാണ്, വെളുത്ത നിറമാണ്, ഒരു അത്ഭുത ജീവിയാണ്. പേര് ബുറാഖ്. അതിൽ കയറി യാത്ര തുടങ്ങി. പെട്ടെന്ന് ബൈത്തുൽ മുഖദ്ദസിലെത്തി. പ്രവാചകന്മാർ സാധാരണ മൃഗങ്ങളെ ബന്ധിക്കുന്ന ഒരു കവാടമുണ്ട്. ആ കവാടത്തിൽ ബുറാഖിനെ കെട്ടിയിട്ടു. മസ്ജിദുൽ അഖ്സയിൽ പ്രവേശിച്ചു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞു പുറത്തു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം കാത്തു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ 2 പാനപാത്രങ്ങൾ വെച്ചു. ഒന്നിൽ പാലാണ്, മറ്റൊന്നിൽ മദ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് സ്വീകരിച്ചു. അതിനുശേഷം ആകാശാരോഹണം ആരംഭിച്ചു. 1-ാം ആകാശത്തെത്തി. കാവലിരിക്കുന്ന മലക്കിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവേശാനുമതി ആവശ്യപ്പെട്ടു. താങ്കളുടെ കൂടെ ആരാണ്? മലക്കിന്റെ ചോദ്യം. ജിബ്രീൽ മറുപടി പറയുകയാണ്, അത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്തിന്റെ നായകന് സ്വാഗതം, അഷ്റഫുൽ ഖൽഖിന് സ്വാഗതം. ഒരാൾ അവിടെ ഇരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി. മാനവകുലത്തിന്റെ പിതാവായ ആദം നബി അലൈഹിസ്സലാമാണിത്, അഭിവാദ്യം ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിവാദ്യം ചെയ്തു. പ്രത്യഭിവാദ്യം എന്ന നിലക്ക് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഉന്നതനായ പുത്രന് സ്വാഗതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഗതം. പിന്നീട് 2-ാം ആകാശത്തെത്തി. അവിടെയും മലക്കുകളുടെ ചോദ്യവും ഉത്തരവും നടന്നു. യഹ്യാ നബി അലൈഹിസ്സലാമിനെയും ഈസാ നബി അലൈഹിസ്സലാമിനെയും കണ്ടു, അഭിവാദ്യം ചെയ്തു. 3-ാം ആകാശത്ത് വെച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടു. 4-ാം ആകാശത്ത് വെച്ച് ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കണ്ടു. 5-ാം ആകാശത്ത് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ കണ്ടു. 6-ാം ആകാശത്തെ മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു. 7-ാം ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. കണ്ടുമുട്ടിയ എല്ലാ പ്രവാചകന്മാരെയും അഭിവാദ്യം ചെയ്തു. അവർ പ്രവാചകനെ സ്വാഗതം ചെയ്തു. പിന്നെ സിദ്റത്തുൽ മുൻതഹയിലെത്തി. ജിബ്രീൽ അലൈഹിസ്സലാം പിരിഞ്ഞു. ഇനി ഒറ്റയ്ക്കുള്ള യാത്രയാണ്. സർവശക്തനായ അള്ളാഹുവുമായി സംഭാഷണം നടത്തൂ. അങ്ങനെ നടന്നു. അഭൗതികവും അമാനുഷികവുമായ കാര്യങ്ങൾ. തിരികെ യാത്ര ആരംഭിച്ചു. 6-ാം ആകാശത്ത് വെച്ച് മൂസാ അലൈഹിസ്സലാമിനെ വീണ്ടും കാണുന്നു. അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നും എന്തൊരു സമ്മാനവുമായിട്ടാണ് താങ്കൾ വരുന്നത്? മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു. ദിവസേന 50 വക്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. താങ്കളുടെ സമുദായത്തിന് 50 വക്ത് നിസ്കാരം നിർവഹിക്കാൻ കഴിയില്ല, മടങ്ങിപ്പോവുക, എണ്ണം കുറച്ചു തരാൻ ആവശ്യപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചുപോയി. 5 നേരത്തെ നിസ്കാരം കുറച്ചു കിട്ടി. 45 നേരത്തെ നിസ്കാരവുമായി വന്നു. 50 നേരത്തെ നിസ്കാരം കുറച്ചു കിട്ടിയിട്ട് 45 ദിവസത്തെ നിസ്കാരവുമായി വന്ന് തെറിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത് വളരെ ബുദ്ധിമുട്ടാണ്, മടങ്ങിപ്പോവുക. 50ഉം 45ഉം നിങ്ങളുടെ സമുദായത്തിനെ കൂടെ നിസ്കരിക്കാൻ കഴിയില്ല. 9 തവണ ഇത് ആവർത്തിച്ചൊടുവിൽ 5 നേരത്തെ നിസ്കാരവുമായി വന്നു. വീണ്ടും പോകാൻ മൂസാ നബി അലൈഹിസ്സലാം നിർബന്ധിച്ചതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയില്ല.
ഇനിയും മടങ്ങിപ്പോകാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ സന്ദേശമുണ്ടായി, 5 നേരത്തെ നിസ്കാരത്തിന് 50 നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട്, 1 നേരത്തെ നിസ്കാരത്തിന് 10 ഇരട്ടി പ്രതിഫലം. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ പെങ്ങളെ വധിക്കാൻ പോവുകയാണ്. ഉമർ ഫാത്തിമയുടെ വീടിനടുത്തെത്തി. അകത്ത് നിന്നെന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ശ്രദ്ധിച്ചു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഉമർ കോപത്തോടെ വാതിലിൽ മുട്ടി, വാതിൽ തുറക്കൂ. ഫാത്തിമക്ക് കാര്യം മനസ്സിലായി. ഖുർആൻ എഴുതിയ ഏട് ഒളിപ്പിച്ചു വെച്ചു വാതിൽ തുറന്നു. നിങ്ങൾ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നുവോ? അതും ചോദിച്ചുകൊണ്ട് സഈദിനെ ആക്രമിച്ചു. ഫാത്തിമ ഇടയിൽ ചാടി വീണു. ഫാത്തിമക്ക് മടി കിട്ടി. റളിയല്ലാഹു അൻഹാ നെറ്റി പൊട്ടി രക്തമൊലിക്കുകയാണ്. കണ്ണീരും വിയർപ്പും രക്തത്തുള്ളികളും ഒന്നു ചേർന്നു. ഫാത്തിമയുടെ മുഖം മാറി. ഉമറിനെ തുറിച്ചു നോക്കി. താൻ കണ്ടു പരിചയിച്ച ഫാത്തിമയല്ലല്ലോ ഇത്, ഇതാ ഒരു ദീനവനിത. ഫാത്തിമ സംസാരിച്ചു. ഉമർ, ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയൊരു ശക്തിക്കും ഞങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ ധീരമായ പ്രഖ്യാപനം. ഫാത്തിമ എന്ന് പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണ്, അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ഫാത്തിമയല്ല റളിയല്ലാഹു അൻഹാ. അങ്ങനെ ഉമർ ഞെട്ടി. ഇത്ര ശക്തമാണോ ആ വിശ്വാസം? ഉമർ തളരുകയാണ്. ഫാത്തിമ, എന്താണ് നിങ്ങൾ വായിച്ചു കൊണ്ടിരുന്നത്? എന്നെ കൂടി ഒന്ന് കാണിക്കൂ, ഞാനൊന്ന് വായിക്കട്ടെ. ചഞ്ചലനായ ധീരൻ, കുളിച്ചു ശുദ്ധിയായി വരൂ. ഉമർ പോയി കുളിച്ചു ശുദ്ധിയായി വന്നു. ഏട് കയ്യിൽ വാങ്ങി ആയത്തുകൾ ഓതാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലെ എഴുത്തും വായനയും അറിയുന്ന ആളായിരുന്നു. ആ സമയത്തൊന്ന് മക്കയിലോ മദീനയിലോ എഴുത്തും വായനയും അറിയുന്ന ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഓതാൻ തുടങ്ങി. മനസ്സിലേക്ക് തൗഹീദിന്റെ പ്രകാശം ശക്തമായി കടന്നു വരുന്നു. ഉമറിന്റെ നയനങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് എന്തൊരു വശ്യത! വായിക്കും തോറും വിശ്വാസം ശക്തമാകുന്നു. ഫാത്തിമ, എവിടെയാണ് പ്രവാചകൻ? എനിക്കൊന്ന് കാട്ടിത്തരൂ, ആ മുഖമൊന്ന് കാണണം, ഉപദേശം കേൾക്കണം. അങ്ങനെ ഉമറാകെ മാറിപ്പോയി. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും വിശ്വസിച്ചു കഴിഞ്ഞു. പ്രവാചകൻ ദാറുൽ അർഖമിലാണുള്ളത്. നമുക്കങ്ങോട്ട് പോകാം. വികാരഭരിതമായ മനസ്സുമായി ഉമർ നടന്നു. അകലെ അർഖമിന്റെ വീട് കാണാം. അതാണ് ദാറുൽ അർഖം. അവിടെയാണ് പ്രവാചകൻ കൂടെ സത്യവിശ്വാസികളും. അങ്ങെത്താൻ ധൃതിയായി നടത്തച്ഛന് വേഗം കൂടി. ദാറുൽ അർഖമിൽ ഇരിക്കുന്നവർ ആ കാഴ്ച കണ്ടു. ഉമർ ധൃതിയിൽ വരുന്നു. കയ്യിൽ വാളുമുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു, ഉമർ നല്ല ഉദ്ദേശവുമായിട്ടാണ് വരുന്നതെങ്കിൽ കൊള്ളാം, കുഴപ്പത്തിനാണ് വരുന്നതെങ്കിൽ ആ വാള് കൊണ്ട് തന്നെ ഞാൻ അവന്റെ കഥ കഴിക്കും. ഉമർ വാതിൽക്കലെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് ഉദ്ദേശത്തിലാണ് ഈ വരവ്? ഇസ്ലാം സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. സത്യവിശ്വാസികൾ ആഹ്ലാദപൂർവ്വം തക്ബീർ മുഴക്കി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വന്നതിന്റെ 3-ാം ദിവസമാണ് ഈ സംഭവം. അല്ലാഹുവിന്റെ റസൂലേ, നാം സത്യദീനിന്റെ അനുയായികളല്ലേ? ഇസ്ലാം പരസ്യമായി പ്രചരിപ്പിക്കണം. നമുക്ക് കഅബയുടെ അടുത്തേക്ക് പോകാം. ആ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടു. 2 വരിയായി അവർ പുറപ്പെട്ടു. ഒരു വരിയുടെ മുമ്പിൽ ഹംസ റളിയല്ലാഹു അൻഹും, ധീരനായ ഹംസ റളിയല്ലാഹു അൻഹും. മറ്റേ വരിയുടെ മുമ്പിൽ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും. സത്യവിശ്വാസികൾ നീങ്ങുകയാണ്.
തക്ബീർ ധ്വനികൾ മുഴങ്ങി. അവർ കഅബാലയത്തിനടുത്തെത്തി. ഷിർക്കിന്റെ ശക്തികൾ പകച്ചു നോക്കുകയാണ്. അവർ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പ്രയാസം. ഇത് ഉമർ തന്നെയാണോ? മുഹമ്മദിന്റെ തലയെടുക്കാൻ പോയ ആള് ആ പ്രസ്ഥാനത്തിന്റെ ശക്തനായ വാക്താവായി തിരിച്ചു വന്നിരിക്കുന്നു. ഇതെന്തൊരതിശയം! ഖുറൈശികൾ പരസ്പരം നോക്കി. ഇതേവരെ സ്വീകരിച്ച മാർഗങ്ങൾ പോരാ. മക്കയുടെ യുവത്വങ്ങളാണ് മുഹമ്മദിന്റെ ഇരുവശത്തും നിലയുറപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ നേരിടും? ഖുറൈശികളുടെ മനസ്സിൽ വെപ്രാളം. എപ്പോഴും അപ്പോഴും തക്ബീർ ധ്വനികൾ കാതുകളിൽ അലയടിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. മക്കയിലെ ധീരനായ ചെറുപ്പക്കാരനാണ് ഹംസ. അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബൂ ത്വാലിബിന്റെയും അബ്ദുള്ളയുടെയും സഹോദരൻ. ഇടയ്ക്കിടെ നായാട്ടിന് പോകുമായിരുന്നു. ധീരനായ യോദ്ധാവും നായാട്ടുകാരനുമാണ് അദ്ദേഹം. ഒരു ദിവസം നായാട്ടിന് പോയി. വൈകുന്നേരം മടങ്ങി വരികയാണ്. വഴിയിൽ വെച്ചൊരു പരിചാരികയെ കണ്ടു. അവരുടെ മുഖം ദുഃഖം കൊണ്ട് വാടിയിരുന്നു. ഹംസ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്ത് പറ്റി എന്നർത്ഥത്തിൽ. പരിചാരിക ദുഃഖം കലർന്ന സ്വരത്തിൽ പറയുകയാണ്, താങ്കൾ ധീരനാണ്, യോദ്ധാവാണ്. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? എന്താ കാര്യം? ഹംസ ചോദിച്ചു. താങ്കളുടെ സഹോദരപുത്രനില്ലേ മുഹമ്മദ്, അബൂജഹൽ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? ഹംസ ഒന്ന് ഞെട്ടി. മക്കയിലെ സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. സഹോദരപുത്രന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയല്ലേ എന്ന് തോന്നിയിട്ടുമുണ്ട്. പക്ഷേ അതിൽ ചേർന്നിട്ടില്ല. അബൂജഹൽ എന്ത് ചെയ്തു? ഹംസ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അന്ന് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. വല്ലാതെ ചീത്ത പറഞ്ഞു, ആക്ഷേപിച്ചു. പിന്നെ തലയിൽ മണ്ണുവാരിയിട്ടു. താങ്കളത് കാണണമായിരുന്നു, നീ അത് കണ്ടോ എന്ന് പരിചാരികയോട് ചോദിക്കുകയാണ്. പരിചാരിക പറഞ്ഞു, അതെ ഞാൻ കണ്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. ഞാനൊരു അബലയല്ലേ, കണ്ട് സഹിക്കാനല്ലേ കഴിയൂ. ഹംസയുടെ മുഖത്തേക്ക് കോപം ഇരച്ചു കയറി. ഈ ധിക്കാരം പൊറിപ്പിച്ചുകൂടാ. തന്റെ സഹോദര പുത്രന്റെ തലയിൽ മണ്ണുവാരിയിടാൻ ഇവൻ എന്തധികാരം? കയ്യിൽ അമ്പും വില്ലുമാണ്. നേരെ കഅബയുടെ അടുത്തേക്ക് കുതിച്ചു. പ്രമുഖന്മാര് പലരും ഇരിക്കുന്നു. അബുൽ ഹക്കം ഇടിവെട്ടുമ്പോൾ ഒരു വിളി, നീ എന്റെ സഹോദര പുത്രനെ ആക്രമിച്ചുവല്ലേ? വില്ല് കൊണ്ട് തന്നെ കിട്ടിയൊരടി. അബുൽ ഹക്കം, നീ എന്തിനെന്റെ സഹോദര പുത്രനെ ആക്രമിച്ചു? ഏകനായ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചതിനാണോ? മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് പ്രഖ്യാപിച്ചതിനാണോ? എന്ത് തെറ്റിനാണ് നീ മുഹമ്മദിനെ ആക്രമിച്ചത്? അബുൽ ഹക്കം, എന്നാൽ ഇതാ കേട്ടോളൂ, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും അവന് യാതൊരു പങ്കുകാരുമില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. ഖുറൈശി പ്രമുഖന്മാർ ഞെട്ടിപ്പോയി. എന്തൊരു പ്രഖ്യാപനം! ഹംസയെ ആക്രമിക്കാൻ ചിലർ ചാടി എണീറ്റു. അബൂജഹൽ വരെ തടഞ്ഞു. അവരെ തടഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ഹംസയുടെ സഹോദരനെ ആക്രമിച്ചത് ശരിയാണ്. അതിലുള്ള രോഷം കൊണ്ടാണ് എന്നെ അടിച്ചത്. സാരമില്ല, ഹംസയുടെ കോപം നടങ്ങട്ടെ. ഹംസയെ ആക്രമിച്ചാൽ അതൊരു ആഭ്യന്തര കലഹമായി മാറുമെന്ന് അബൂജഹലിന് അറിയാം. അങ്ങനെ സംഭവിച്ചാൽ അത് മുഹമ്മദിന് സഹായമാകും. അതൊഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹംസ നേരെ പ്രവാചകന്റെ സമീപത്തെത്തി. താൻ ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം അറിയിച്ചു. ദാറുൽ അർഖമിൽ സന്തോഷം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹിതനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. ജാഹിലിയ കാലത്ത് എഴുത്തും വായനയും ശീലിച്ചവർ വളരെ കുറവായിരുന്നു. അക്കാലത്ത് എഴുതാനും വായിക്കാനും പഠിച്ച ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അധികായനും ധീരനും. ഇസ്ലാമിന്റെ ശത്രുക്കൾ വട്ടം കൂടിയിരുന്ന് ചർച്ച നടത്തി. ഇസ്ലാം മതം തുടച്ചു നീക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, മുഹമ്മദിനെ വധിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനന്തരഫലങ്ങൾ ഇപ്പോൾ നോക്കണ്ട, കാര്യം നടക്കട്ടെ. ആർക്കാണ് അവനെ വധിക്കാൻ കഴിയുക? ആളുകൾ പരസ്പരം നോക്കി. ആരും മുന്നോട്ട് വരുന്നില്ല. കരുത്തനായ ഉമറിന് സഹിക്കാനായില്ല. ചാടി എണീറ്റ് വിളിച്ചു പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ വധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുന്നേയുള്ള കാര്യമാണിത്, ചരിത്രമാണിത്. ഊരിയ വാളുമായി അങ്ങനെ ഉടനെ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് സ്നേഹിതനെ കണ്ടുമുട്ടി നഈം ഇബ്നു അബ്ദില്ല. ഉമർ, താങ്കൾ എങ്ങോട്ടാണ്? നഈം ചോദിച്ചു. പുതിയ മതവുമായി വന്ന മുഹമ്മദിനെ വധിക്കാൻ പോവുകയാണ്. ധീരമായ മറുപടി. മുഹമ്മദിനെ വധിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. നഈം പറഞ്ഞു. അതെന്താ? പറയൂ ഉമർ. താങ്കളുടെ കുടുംബത്തെ ശരിയാക്കണം. കുടുംബത്തിൽ എന്താണ് കുഴപ്പം? താങ്കളുടെ സഹോദരി ഫാത്തിമയും ഭർത്താവ് സഈദും മുഹമ്മദിന്റെ മതം സ്വീകരിച്ചിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എങ്കിൽ അവരെ ആദ്യം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഓടുകയാണ്. ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുന്നെയാണ് ഈ സംഭവം. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഇസ്ലാം മതം സ്വീകരിച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങനെ ഓടുകയാണ് കുടുംബത്തിലേക്ക്, പെങ്ങളുടെ അരികിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശയാത്ര പോയ കാര്യം നാം സംസാരിച്ചിരുന്നു. ആകാശയാത്രയിൽ സ്വർഗവും നരകവും തങ്ങൾ കണ്ടു. വിവിധ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നവരെ കണ്ടു. അവർ ചെയ്ത കുറ്റങ്ങൾ എന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിവരിച്ചു കൊടുത്തു. വാനലോകത്ത് നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ മടങ്ങിയെത്തിയൊരു സംഘം പ്രവാചകന്മാർ അവിടെയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഇമാമായി നിസ്കരിച്ചു മക്കയിലേക്ക് തന്നെ മടങ്ങി. ഒറ്റ രാത്രി കൊണ്ട് യാത്ര അവസാനിച്ചു. പിറ്റേന്ന് രാവിലെ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് വന്നു. ഉമ്മു ഹാനിയോട് രാത്രിയിലെ സംഭവങ്ങൾ വിവരിച്ചു. മറ്റു സ്വഹാബികളോടും പറഞ്ഞു, ഞാൻ ഹറമിലേക്ക് പോകുന്നു, ഈ വിവരം എല്ലാവരോടും പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തങ്ങൾ അവിടേക്ക് പോകരുത്, അവരാരും ഇത് വിശ്വസിക്കില്ല, അവർ കളിയാക്കി ചിരിക്കും. ഉമ്മു ഹാനി പറഞ്ഞു, ചിരിക്കട്ടെ, കളിയാക്കട്ടെ, അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹം ഞാൻ മറച്ചു വയ്ക്കാൻ പാടില്ല. ഹറമിലേക്ക് നടന്നു. അബൂജഹൽ ഉൾപ്പെടെയുള്ള ആളുകൾ സദസ്സിന്റെ മുമ്പിൽ വെച്ച് തന്നെ യാത്രയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിച്ചു. അവർ ഉറക്കെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ചിലർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വിവരങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു കഅബയുടെ അടുത്ത് വെച്ച് സംഭവം വിവരിക്കുന്നു. സംശയാലുക്കൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. പ്രവാചകനിലുള്ള ഈ വിശ്വാസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന വിശേഷനാമം നേടിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ബൈത്തുൽ മുഖദ്ദസ് കണ്ടിട്ടില്ലെന്ന് ശത്രുക്കൾക്കും മിത്രങ്ങൾക്കുമെല്ലാം അറിയാം. അതുകൊണ്ട് ആ പ്രദേശത്തെ കുറിച്ചും പള്ളിയെ കുറിച്ചും അതിന്റെ വാതിലിനെ കുറിച്ചും അവർ പല ചോദ്യങ്ങളും ചോദിച്ചു. എല്ലാറ്റിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരേ, അങ്ങ് പറഞ്ഞത് സത്യം. ഒരു നേതാവ് ഇങ്ങനെ ചോദിച്ചു, അതിരിക്കട്ടെ, ഞങ്ങളുടെ ഒട്ടക സംഘം അതുവഴി വരുന്നുണ്ട്, അവരെ പറ്റി നിനക്കെന്തറിയാം? ഒട്ടക സംഘം അവിടെ എത്തിയിട്ടുണ്ടെന്നും ഏത് ദിവസം അവർ മക്കയിലെത്തുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർ ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. പറഞ്ഞ ദിവസം തന്നെ സംഘം എത്തിച്ചേർന്നു. ഇത്രയെല്ലാം ആയിട്ടും ഖുറൈശികൾ വിശ്വസിച്ചില്ല. അവരുടെ ധിക്കാരം അതിനനുവദിച്ചില്ല. അവർ മർദ്ദനത്തിന് ശക്തി കൂട്ടി. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെയും അവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്കുമുള്ള യാത്ര ഇസ്രാ മിഅറാജ് എന്ന് പേരിൽ അറിയപ്പെടുന്നു. നബുവത്ത് ലഭിച്ചു 10 വർഷം കഴിഞ്ഞാണ് ഇസ്രാ മിഅറാജ് നടന്നത്. റജബ് 27 അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50 വയസ്സായിരുന്നു. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്ലാം മതത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 900 മതങ്ങളുള്ള ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിൽ നിന്നും ഇസ്ലാം മതം തീർത്തും വ്യത്യസ്തമാണ്. അത് ലോക സൃഷ്ടാവായ അല്ലാഹുവിന്റെ മതമാണ് എന്നത് തന്നെയാണ് കാരണം. മനുഷ്യരെയും അണ്ഡകടാഹത്തിലെ അഖിലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹു മനുഷ്യകുലത്തിന്റെ രക്ഷക്കും സുരക്ഷക്കും നൽകിയതാണ് ഇസ്ലാം മതം. ലോകത്ത് എത്ര തന്നെ മതങ്ങൾ ഉണ്ടായാലും ശരി, അല്ലാഹുവിന്റെ അരികിൽ അവ സ്വീകാര്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൗതിക ലോകത്ത് ജീവിക്കാൻ വിട്ട മനുഷ്യർക്ക് ജീവിതന്റെ നേർരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ്. അവന്റെ ജീവിതത്തിന്റെ നേർരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ്, പടച്ചോൻ തന്നെയാണ്. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തി അതിന്റെ സമ്പൂർണതയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കി. ഇനി ഒരു പുതുക്കലിനോ പരിഷ്കാരത്തിനോ ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണമാക്കിയിട്ടുണ്ട്. വിശുദ്ധ മതത്തിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കേവലം ചടങ്ങുകൾ മാത്രമല്ല. അങ്ങനെ നോക്കിക്കാണുന്ന ചിലരുണ്ട്.
കേവലം അതൊരു ചടങ്ങുകൾ മാത്രമാണ്. പക്ഷെ അത് ചടങ്ങുകളല്ല, യുക്തിക്കും വ്യക്തിക്കും തീർത്തും യോജ്യവും ബോധ്യവുമാണവ. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഇസ്ലാം പറയുമ്പോൾ ഒരു പ്രത്യേക ശാസ്ത്രത്തിനും പറയാൻ സാധ്യമില്ല എന്നത് തന്നെ ഇസ്ലാമിന്റെ അന്തസത്ത ഉയർത്തി കാണിക്കുന്ന ഒന്നാണ്. മനുഷ്യന്റെ ചലന നിശ്ചലനങ്ങളിലെല്ലാം ഈ ഇസ്ലാമിന്റെ ഇടപെടലുകളുണ്ട്. മാത്രമല്ല, മുസ്ലിമായ ഒരാൾ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ തന്നെ ഒതുങ്ങി ജീവിക്കണമെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രമേ മുസ്ലിമാവുള്ളൂ. ഇത് പേരിന് മുസ്ലിമും തോന്നിയതുപോലെ നടക്കുക, മുടി മോഡലാക്കി വെട്ടുക, നെരിയാണിക്കടിയിൽ വസ്ത്രങ്ങൾ ധരിക്കുക, കൂട്ടുകാരനെ അല്ലെങ്കിൽ അയൽവാസിയെ ചീത്ത വിളിക്കുക, തെറിവാക്കുകൾ ഉപയോഗിക്കുക, സംസ്കാരമില്ലാതെ നടക്കുക, സംസ്കാരമില്ലാതെ സംസാരങ്ങൾ സംസാരിക്കുക, ഇതൊക്കെ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മുഅ്മിനീങ്ങളെ, മുസ്ലിമാണെന്നാൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കണം. ചീത്ത വിളിക്കാതെ 5 വക്ത് നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ മുസ്ലിമായ പുരുഷന്മാരും സ്ത്രീകളും നടക്കണം. റോഡിലൂടെ നടന്നു പോകുമ്പോ ഉസ്താദുമാരെ കണ്ട തട്ടം നേരെയാക്കും. പക്ഷേ അതിനേക്കാൾ വലിയ ലോകം തന്നെ പടക്കപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു തആല മുകളിലുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ബോധം ആർക്കില്ല? സ്ത്രീകൾക്കില്ല, മനുഷ്യകുലത്തിന് തന്നെ ഇല്ല. അതൊക്കെ നാം സൂക്ഷിച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. ലോകത്തെ സൃഷ്ടിച്ച നാഥന്റെ മതം ഇസ്ലാം മാത്രമാണെന്നും അത് സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. വിശുദ്ധമായ മതത്തെ അടിയുറച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യമേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം.